തലേ ദിവസം ചോറുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? കൊണ്ട് കളയോ? എങ്കിലേ അതുകൊണ്ട് നമുക്ക് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കിയല്ലോ. കൊണ്ടാട്ടം വറ്റൽ എന്നൊക്കെ പറയും. എന്താ സംഭവം എന്നല്ലേ, നമ്മൾ ചോറിൻ്റെ കൂടെ വറുത്തിട്ട് എന്തെങ്കിലും കഴിക്കില്ലേ? പപ്പടം അല്ലാതെ അത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഇത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ കൊച്ചുള്ളി അഥവാ ചെറിയ ഉള്ളി, വെളുത്തുള്ളി തൊലി കളഞ്ഞ് നേരാക്കി അതിനെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ഒരു ചോറ് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അതായത് ഈ ചെറിയ പിള്ളേർക്കൊക്കെ കൂള് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അരക്കില്ലേ, ആ ഒരു ടെക്സ്ചർ വരണം. അതായത് അത്ര അടിച്ചെടുക്കണം, നല്ല സ്മൂത്തായിരിക്കണം. ഇനിയാണ് നമ്മളുടെ പരിപാടി. ഇത് ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഇവിടെ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു കവറിലിട്ടിട്ട് നമ്മൾ ഏതാണ്ട് ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു ഇതിലാക്കിയിട്ട് അതിലൂടെയാണ് കേട്ടോ നമ്മൾ പൈപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിവിടെ ചെറിയ ഒരു ഉണ്ട പോലെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അങ്ങനെ ഈ ക്യൂട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്താ രുചി അറിയോ? നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും, അത്രയും രുചിയാണ്. ഇങ്ങനെ വറുത്തെടുത്തിട്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയും അല്ലേ. വീട്ടിൽ ചോറ് കേടുവന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിനെടുത്ത് കളയാതിരിക്കുക. ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കുക. ഇനി നാളെ ഞാൻ ചക്രമുറുക്ക് നമ്മളുടെ തിയേറ്ററിലൊക്കെ കിട്ടുന്നില്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ചക്രമുറുക്കായിട്ട് വരുന്നതാണ്. അപ്പം ബൈ.